ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചിരട്ട നാളികേരം ചിരകി എടുത്തിട്ട് അത് ആ ചിരട്ട ചീകി നല്ലോണം ഭംഗിയിലാക്കിയിട്ട് അതുകൊണ്ടുള്ളൊരു പുട്ടുണ്ടാക്കാനാണ് കേട്ടോ. നല്ല നല്ല ടേസ്റ്റിയുള്ള ഒരു പുട്ടുണ്ടാക്കുകയാണ്. ചിരട്ടയിലേക്ക് എണ്ണ പരത്താൻ വേണ്ടി ഈ എണ്ണ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് ഇത്തിരി ബ്രഷിലെടുത്തിട്ട് ഞാൻ ഈ ചിരട്ടയിൽ നന്നായിട്ട് പരട്ടണതാണ്. കണ്ടോ, നന്നായിട്ട് പരട്ടും. ഇതിലേക്ക് ഞാൻ ഒരു പാത്രം അരിപ്പൊടി ഇടണം. രണ്ട് പാത്രം അരിപ്പൊടി ഇതിലേക്ക് ഇടണം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചൂടോടെ ഒഴിച്ചിട്ട് കുഴക്കണേട്ടോ. പൊടി നല്ല സോഫ്റ്റ് ആവാനാണ് ഞാൻ ഈ ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കണത്. പൊടി കുഴച്ച് കഴിഞ്ഞിട്ടാ ഒരു 25-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഞാനിവിടെ നാളികേരം ചിരകണയാണ് കേട്ടോ. ഞാനിവിടെ അരക്കപ്പ് നാളികേരം ഇതിലേക്ക് ഇട്ട് കുഴയ്ക്കാൻ പോവുകയാണ്. അരക്കപ്പ് നാളികേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാളികേരം ഇട്ടോ. 1 കപ്പോ 1.5 കപ്പോ എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിവിടെ അരക്കപ്പ് ഇട്ട് കുഴയ്ക്കാൻ പോയി. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്പൂൺ പഞ്ചസാര ഞാൻ ഈ നാളികേരം കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്യണേ കേട്ടോ. ഈ ചിരട്ടയുടെ ഇതിലേക്ക് ഞാൻ ഈ നാളികേരവും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത കൂട്ടി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് പൊടി വാരിയിടുകയാണ്. പൊടി കുറേശ്ശെ വാരിയിടുകയാണ്. മുകളിലേക്ക് ഇത്തിരി പഞ്ചസാരയും നാളികേരം കൂടെ ചേർന്ന് ഞാനിത് മുകളിലേക്ക് കുറേശ്ശെ ബദറിക്ക് കൊടുക്കുകയാണ്. വെച്ച് കൊടുക്കാൻ പോകുന്നു. ഇതിവിടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കമിഴ്ത്താൻ പോകുന്നു. അടിപൊളി പുട്ടാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിയാണത്.